ട്രഡീഷണൽ മാലകൾ എടുത്താൽ അതിലെന്നും ഒന്നാം സ്ഥാനം കരിമണിക്കായിരിക്കും. വേറെ ഏത് മോഡൽസ് വന്നാലും കരിമണിയുടെ ആ ഒരു പ്രൗഢി ഒട്ടും പോവില്ല അല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ഗിയർ വയർ വെച്ചിട്ടൊരു കരിമണി മാല സെറ്റ് ചെയ്തെടുക്കാം. ഗിയർ വയറും അതുപോലെ തന്നെ നമ്മൾ കൊളുത്തെടുത്തിരിക്കുന്നത് ലോക്കറ്റ് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഈ ഒരു കൊളുത്താണ് കേട്ടോ. ഇതൊക്കെ പ്ലേറ്റഡ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ദേ നമ്മൾ സൈഡ് റിങ് എടുത്തിട്ടുണ്ട്. ഇത് കട്ടിങ് സ്പ്രിങ് അല്ല, നമുക്ക് സൈഡ് റിങ് ആയിട്ട് വരുന്നതാണ്. ഇനി വേണ്ടത് നമുക്ക് ഇതുപോലത്തെ ചെറിയ ബീഡാണ്. നമ്മൾ ഏറ്റവും അറ്റത്ത് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 എണ്ണം മതി നമുക്ക് രണ്ട് സൈഡിലും ഫസ്റ്റിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി. പിന്നെ നമ്മളിവിടെ ക്രിസ്റ്റൽ ബീഡാണ് ബ്ലാക്ക് എടുത്തിരിക്കുന്നത്. ഗോൾഡൻ ബീഡ് ഒരു ഡിസൈൻ വരുന്ന ടൈപ്പ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബീഡ് തന്നെയാണ്. ഇതാണ് ഞാൻ ഡിസൈനർ ബീഡ് എന്ന് പറയാറുണ്ട് ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു ബീഡും എടുത്തിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് വേണ്ടത് ചക്കിരിയാണ്. ഇത് നമുക്ക് ചക്കിരി ഇതുപോലെ പീസാക്കി വെക്കണം കേട്ടോ. നമുക്കൊരു സെറ്റായിട്ടാവും കിട്ടുക. ചിലപ്പോൾ 3-4 എണ്ണമൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കും. അപ്പോൾ നമ്മളത് പീസാക്കി കൊടുക്കുക. പിന്നെ ഗിയർ ലോക്ക് ഇത്ര ഐറ്റം മതി. പിന്നെ നമ്മൾ മാലയ്ക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തു ഗിയർ വയർ. കുറച്ച് ലെങ്ത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. നമുക്കറിയില്ല എത്ര ലെങ്ത്ത് വേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ കട്ട് ചെയ്യുക. ഇനി നമുക്ക് അതിൻ്റെ അറ്റത്ത് സൈഡ് റിങ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും സൈഡ് റിങ് കണക്ട് ചെയ്യണം. കാരണം നമ്മുടെ കൊളുത്തിട്ട് കൊടുക്കാനാണ്. നമ്മുടെ കൊളുത്ത് ഫ്രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു മാല ചെയ്തെടുക്കുന്നത്. കാരണം ലോക്കറ്റ് ഇട്ട് യൂസ് ചെയ്യാനാണല്ലോ. ആദ്യം നമുക്ക് ഗിയർ ലോക്ക് ഇട്ട് സൈഡ് റിങ്ങിനൊന്ന് ഗിയർ വയറിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രേസ്ലെറ്റ് ആയാലും പാദസരായാലും മാല ആയാലും എല്ലാം ഗിയർ ലോക്ക് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. സൈഡ് റിങ് അതുപോലെ തന്നെ നമ്മൾ വേറെ കൊളുത്തുകൾ എന്ത് ഐറ്റംസും ലോക്ക് ചെയ്യണത് സെയിം രീതിയിലാണ്. ഗിയർ വയറിലേക്ക് ആദ്യം ലോക്ക് ഇടുക. അതിനുശേഷം നമ്മളിവിടെ സൈഡ് റിങ് ഇട്ടു. സൈഡ് റിങ്ങിനെ മാറ്റി നിർത്തിയ ഗിയർ വയർ ലോക്കിലൂടെ ഇതുപോലെ പുറത്തേക്ക് കോർത്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കിയതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ലോക്ക്. അപ്പോൾ അതേ നമ്മുടെ ഗിയർ ലോക്ക് അവിടെ ലോക്കായിട്ടുണ്ട്. ഇനി ഇത് ഊരിപ്പോരില്ല കേട്ടോ. ഇനി നമുക്ക് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു ചെറിയൊരു ബീഡ് നമ്മുടെ സൈഡ് ഗിയർ ലോക്കിൻ്റെ കത്തരയുള്ള കുഞ്ഞൊരു ബീഡാണ്. അത് കോർത്ത് കൊടുക്കുക. അത് 2 ത്രെഡിലൂടെയും കോർക്കണം. കണ്ടോ, ഇതുപോലെ ചെറിയൊരു ത്രെഡ് അവിടെ ബാലൻസ് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൂടെയും കൂടി കോർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഇത് 2 ലെയറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഗിയർ ലോക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് 2 ലെയർ ഈ ഒരു സൈഡ് റിങ് കൂടെ കോർത്തെടുത്തിട്ട് ബീഡ്സ് കോർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആദ്യം ക്രിസ്റ്റൽ ബീഡും അതിന് ശേഷം ചക്കീരി, അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ബീഡ് കോർത്തെടുക്കുന്നത്. ചക്കീരി ഞാൻ 2 പീസ് കോർത്ത് കൊടുക്കുന്നുണ്ട് ഗ്യാപ്പിൽ. ഒറ്റ പീസല്ല, 2 പീസ് കോർക്കുന്നുണ്ട്. നിങ്ങൾക്കത് ഒരു പീസായിട്ടൊക്കെ ചെയ്യാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് ഡിസൈനൊക്കെ മാറ്റാം. ഞാനിവിടെ ഒരു 4 ക്രിസ്റ്റൽ ബീഡ് അതിൻ്റെ ഗ്യാപ്പിൽ 2 ചക്കിരി വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് സിംഗിളായിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്തു പോകാം. കാരണം ക്രിസ്റ്റൽ ഒറ്റ ചക്കിരി, അത് കഴിഞ്ഞിട്ട് ഗോൾഡൻ ബീഡ്, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും നമുക്കിതിൽ പാറ്റേണിൽ മാറ്റം വരുത്താം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു രീതിയിലാണ് കോർക്കുന്നത്. അതിന് ശേഷം നമ്മൾ ത്രെഡിൻ്റെ അറ്റത്തേക്ക് ബീഡ്സിനെ കൊണ്ടുവരികയാണ്. അപ്പോൾ നമ്മുടെ ത്രെഡ് അവിടെ നിൽക്കുന്ന ത്രെഡിലൂടെയും കൂടി ബീഡ്സ് കോർത്ത് കൊടുക്കണം. ഇതുപോലെ കോർത്ത് കൊടുക്കുക. അപ്പോൾ പിന്നെ ത്രെഡ് പുറത്തേക്ക് കാണില്ല. ഈ രീതിയിൽ തന്നെ ചെയ്യുക. ടൈറ്റ് ചെയ്ത് ലോക്കാക്കുന്നതിന് മുമ്പ് നമ്മളത് ശ്രദ്ധിക്കണം, ത്രെഡ് ബീഡ്സിൻ്റെ ഉള്ളിൽ പോയിട്ടില്ല എന്നുള്ള കാര്യം. 2 ലെയർ ചെയ്യണമെങ്കിൽ പിന്നെ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് 2 ലെയർ എടുത്തിട്ട് കുറച്ചും കൂടി കട്ടി കിട്ടും. ഗിയർ വയർ ആയ കാരണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ അവിടെ ആ ഗിയർ ലോക്കിൻ്റെ ആവശ്യം നമുക്ക് വരില്ല. ഇനി നമ്മൾ 3 ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് സിംഗിൾ ബീഡോ അല്ലെങ്കിൽ 2 ബീഡോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഐഡിയ നമ്മുടെയാണ്, നമുക്ക് അതുകൊണ്ട് ഐഡിയയ്ക്ക് അനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇതേ നമ്മൾ 3 ഗോൾഡൻ ബീഡും കൂടി കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും. ക്രിസ്റ്റൽ ബീഡും ചക്കിരിയും വീണ്ടും നമ്മൾ 4 എണ്ണം റിപ്പീറ്റ് ചെയ്യും. അതിനുശേഷം വീണ്ടും 3 ഗോൾഡൻ ബീഡ് കോർക്കും. അങ്ങനെയാണ് ഈ ഒരു പാറ്റേണിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു മാല ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഞാൻ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് കൊടുത്തിരുന്ന സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എല്ലാവരും പെയ്ഡ് ക്ലാസ് വേണമെന്ന് പറയുന്നു. ഹെയർ ആക്സസറീസിൻ്റെ പെയ്ഡ് ക്ലാസ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് എല്ലാവരും എന്നോട് ഹെയർ ആക്സസറീസിനേക്കാളും കൂടുതൽ എൻക്വയറി വരുന്നത് ജ്വല്ലറി മേക്കിങ്ങിൻ്റെ പെയ്ഡ് ക്ലാസ്സിനാണ്. അപ്പോൾ നമ്മൾ അതും സെറ്റാക്കുന്നുണ്ട്. ജനുവരിയിൽ നമ്മൾ ജ്വല്ലറി മേക്കിങ്ങിൻ്റെ പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാനിവിടെ നമ്പർ കൊടുക്കാം. അതിലേക്ക് ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരും. എന്തായാലും ജനുവരിയിലാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. കിറ്റൊക്കെ ഉൾപ്പെടെയാണ് ക്ലാസ് സെറ്റാക്കുന്നത്. നിങ്ങൾക്ക് കിറ്റും അല്ലാതെയും ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഹെയർ ആക്സസറീസിൻ്റെ ക്ലാസ് നമ്മൾ ക്രിസ്മസിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. അപ്പോൾ അതേ നമ്മൾ 2 സെറ്റിൽ ചെയ്തെടുത്തു. ഇനി നമുക്ക് വീണ്ടും ഗോൾഡൻ ബീഡ് ഇട്ട് ഈ ഒരു പാറ്റേൺ അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് എത്ര ലെങ്ത്ത് വേണോ അത്രയും ലെങ്ത്തിൽ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് കഴുത്തിക്കൂടെ ഇടാവുന്ന രീതിയിലും ചെയ്യാം, അല്ലാതെ ആയാലും കുഴപ്പമില്ല. ഈ ഒരു കൊളുത്തായ കാരണം നമുക്ക് കൊളുത്തൂരിയിട്ട് ഇടാൻ പറ്റും. കഴുത്തിക്കൂടെ ഇടാവുന്ന ലെങ്ത്ത് വേണ്ട, കുറച്ച് ലെങ്ത്ത് മതി എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഈ ഒരു കൊളുത്തായ കാരണം നമുക്ക് കൊളുത്തകത്തിയിട്ട് ഊരി എടുക്കാനും പറ്റും.
അങ്ങനെ നമുക്കിത് ഫുള്ളായിട്ട് കോർത്തിട്ട് നോക്കാം. എന്ന് വെച്ചാൽ ഞാൻ എല്ലാം കാണിക്കുന്നില്ല കേട്ടോ. ഇത് ഫുള്ള് കോർക്കുന്നത് കാണിച്ച് വെറുതെ വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് ഫുള്ള് കോർത്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റിൽ നമ്മുടെ ആ ഒരു സൈഡ് റിങ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ട്, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് നമ്മളിവിടെ കോർത്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സൈഡ് റിങ് ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഗിയർ വയർ ബാലൻസ് ഉണ്ട്. അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ബാലൻസ് ഉള്ളതൊക്കെ നമുക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെയിനൊക്കെ ഇൻവിസിബിൾ ചെയിനൊക്കെ ചെയ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എടുത്ത് വയ്ക്കാൻ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മളിതാ വീണ്ടും ഗിയർ ലോക്ക് ഇട്ടിട്ട് നമ്മുടെ സൈഡ് റിങ്ങിനെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗിയർ ലോക്ക് ഇട്ടു, സൈഡ് റിങ് ഇട്ടു. ഇനി നമ്മൾ സൈഡ് റിങ്ങിനെ മാറ്റി ഗിയർ ലോക്കിലൂടെ ആ ഒരു ഗിയർ വയർ അതുപോലെ ബാക്കിലോട്ട് കോർത്ത് കൊടുക്കുക. ഇത് കോർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, 2-3 ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി കോർത്തിട്ട് വേണം വലിച്ച് ടൈറ്റാക്കി ലോക്കാക്കി കൊടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു നമ്മുടെ ഗിയർ വയർ അവിടെ നിൽക്കുന്നത് ഒരു ഭംഗി ഉണ്ടാവില്ല. ബീഡ്സിൽ കൂടി കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ബാലൻസ് അവിടെ അധികം വരില്ല. ഒരു ചെറിയ പീസ് വരുന്നത് നമുക്ക് അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് അതങ്ങനെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കാം. അപ്പോൾ പിന്നെ ആ ഒരു വൃത്തികേട് വരില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ തിരിച്ച് കോർക്കുമ്പോൾ ബീഡ്സ് ഞാനിവിടെ 2 ബീഡും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ചക്കിരിയും വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലൂടെയും കൂടി ഇതുപോലെ കോർത്ത് ടൈറ്റാക്കി വലിച്ചിട്ടാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ബീഡ്സ് നന്നായിട്ട് ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു മാലയ്ക്ക് ഗിയർ വയറിലാണ് നമ്മൾ കോർത്തിരിക്കുന്ന കരിമണി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ലൂസ് ഇട്ടിട്ട് വേണം ചെയ്യാൻ. കാരണം ഗിയർ വയർ ആയ കാരണം ഇനി അങ്ങനെ ലൂസാവില്ല. അപ്പോൾ എലാസ്റ്റിക് പോലെ ലൂസായി വരില്ല. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ മാല ടൈറ്റിൽ നിൽക്കരുത്. ചെറിയൊരു ലൂസ് ബീഡ്സിൻ്റെ ഇടയിൽ വേണം. എന്ന് വെച്ചാൽ ഒരുപാട് ഗ്യാപ്പും വരാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. മൊത്തത്തിലൊന്ന് നോക്കിയതിന് ശേഷം ഗിയർ ലോക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. ഗിയർ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഊരിയെടുക്കാനോ ഒന്നും പറ്റില്ല. കട്ട് ചെയ്ത് കളയാൻ തന്നെ വേണം. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഗിയർ ലോക്ക് ലാസ്റ്റ് ലോക്ക് ചെയ്യാനായിട്ട്. ഗിയർ ലോക്ക് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാലൻസ് ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ നന്നായിട്ട് നമ്മൾ ത്രെഡ് കട്ട് ചെയ്ത് കളഞ്ഞാൽ പിന്നെ ചെറിയൊരു പീസൊക്കെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാനും ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട്. ഇനി മാലയുടെ 1-2 വീഡിയോസും കൂടി കഴിഞ്ഞാൽ നമ്മൾ മോതിരം ചെയ്ത പിന്നെ നമ്മുടെ ജ്വല്ലറിയുടെ ഫ്രീ ക്ലാസ് അവസാനിക്കും കേട്ടോ. പിന്നെ നമ്മൾ ജ്വല്ലറിയുടെ പുതിയ മോഡലുകളൊക്കെ അപ്ലോഡ് ചെയ്യും. ഫ്രീ ക്ലാസ് നിങ്ങൾ അവസാനിക്കും. എല്ലാവരും വീഡിയോസൊക്കെ കാണുക. നമ്മൾ പ്ലേലിസ്റ്റായിട്ടും ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവാതിരിക്കില്ല. നിങ്ങളുടെ മെറ്റീരിയൽസൊക്കെ വാങ്ങി നിങ്ങൾ ഓരോന്നൊക്കെ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് ഇട്ടാൽ ഞാൻ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ടും ചോദിച്ചാൽ മതി. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അതേ നമ്മൾ സൈഡ് റിങ്ങൊക്കെ കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ കൊളുത്തിട്ട് കൊടുത്താൽ മതി. ഇതിനൊരു ലോക്കറ്റും കൂടി സെറ്റ് ചെയ്താൽ നന്നായിട്ടുണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. ലോക്കറ്റ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് ലോക്കറ്റ് വേണമെങ്കിലും ഇട്ടിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതേ നമ്മൾ 2 സൈഡിലും ഇത് കൊളുത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്ത് പ്രസ്സാക്കി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കരിമണിമാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചോദിച്ചവരൊക്കെ വീഡിയോ വന്ന് കാണുക, ചെയ്ത് നോക്കുക. ബീഡ്സൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാലയുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിലാണ്. അതുവരെ ബൈ.